بسم الله الرحمن الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضاه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحابته أجمعين أما بعد മുസ്ലിമീങ്ങൾക്കിടയിൽ ധാരാളമായി എന്തിന് സലഫികൾക്കിടയിൽ വരെ അഹ്ലുസുന്നത്തിനിടയിൽ വരെ പല ആളുകളും പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഷയമാണ്, ഒരു ദുർബലതയാണ് ദഅഫുൽ ഈമാൻ, ഈമാന്റെ ദുർബലത. നഅം ഇഖ്വാനി ഫില്ലാഹ്, ഒരുപാട് ആളുകൾ അവർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അഖി ഈമാൻ വളരെ ദുർബലമായി പോയിട്ടുണ്ട്, ഈമാന്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും, ഒരുപാട് കേൾക്കാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞ പോലെ ഒരുപാട് പല അല്ലെങ്കിൽ എല്ലാ മാഅസിയത്തിന്റെയും എല്ലാ പോരായ്മയുടെയും എല്ലാ വിപത്തുകളുടെയും അടിസ്ഥാനമായിട്ട് എണ്ണപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ദഅഫുൽ ഈമാൻ, ഈമാന്റെ ദുർബലത. ആ ഈമാന്റെ ദുർബലത കാരണം അത് ഫലമായിട്ട് ഒരുപാട് അപകടകരമായിട്ടുള്ള മോശമായിട്ടുള്ള പല ഫലങ്ങളും ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ടതാണൊന്ന് അൽ വുഖൂഉ ഫിൽ മആസി, പാപങ്ങളിൽ ചെന്ന് വീഴുക. അതായത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അവൻ തുടർച്ചയായി അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അടുക്കൽ ആ ഒരു പാപം അല്ലെങ്കിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സംഭവമായിട്ട് മാറും. അവന്റെ ഹൃദയത്തിൽ അതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ അതൊരു ചീത്ത പ്രവൃത്തിയാണെന്നുള്ള ആ ഒരു മനസ്സിലാക്കൽ പോലും ആ ഒരു അവസ്ഥ പോലും ഇല്ലാതെ ആയിട്ട് മാറും. വയ്യാദു ബില്ലാഹ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പരസ്യമായിട്ട് വരെ പാപങ്ങളിൽ വീഴുന്ന അവസ്ഥയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സ്വഹീഹൈനിലുള്ള ഹദീസാണ്, ബുഖാരി മുസ്ലിം. കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ, എൻ്റെ ഉമ്മത്ത് അവരെല്ലാവരും പുറത്തു കൊടുക്കപ്പെടുന്നവരാകുന്നു. ഇല്ലൽ മുജാഹിരീൻ, പരസ്യമായി പാപങ്ങൾ ചെയ്തവരൊഴിച്ച്. വഇന്ന മിനൽ മുജാഹറ അൻ യഅമല അർ-റജുലു ബില്ലൈലി അമലൻ സുമ്മ യുസ്ബിഹു വഖദ് സതറഹു അല്ലാഹ്. ഈ പരസ്യമായി ചെയ്യുന്ന പാപങ്ങൾ അതിൽപ്പെട്ടതാണ് ഒരു വ്യക്തി രാത്രി ഒരു പ്രവൃത്തി ചെയ്യും, ഒരു പാപം ചെയ്യും, എന്നിട്ട് അവൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാവും. എങ്ങനെയാണ് അവൻ എഴുന്നേൽക്കുന്നത്? അല്ലാഹു തആല അവൻ ചെയ്ത ആ പാപം ജനങ്ങളെ തൊട്ട് മറച്ചിട്ടുണ്ട്. ഫയഖൂൽ, അവൻ എന്നിട്ട് പറയും, യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദാ വകദാ, ഇവനെ ഞാൻ ഇന്നലെ രാത്രി ഇന്ന പാപങ്ങളൊക്കെ ചെയ്തു. വഖദ് ബാത യസ്തുറുഹു റബ്ബുഹു വയുസ്ബിഹു യക്ഷിഫു സിത്രല്ലാഹി അൻ, അവൻ രാത്രി കഴിച്ചു കൂട്ടിയിട്ടുള്ളത് അവന്റെ റബ്ബിന്റെ മറയിലാണ്. അവന്റെ റബ്ബ് ആ പാപങ്ങളെ മറച്ചുകൊണ്ടായിരുന്നു അവൻ കഴിച്ചു കൂട്ടിയിരുന്നത്. രാപ്പാർത്തത് അങ്ങനെയായിരുന്നു. പക്ഷെ രാവിലെ ആയ സമയത്തോ അവൻ അള്ളാഹുവിന്റെ ആ മറ അവനെ തൊട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു മറ അവൻ പിച്ചി ചീന്തി, അതവൻ തുറന്നു കാട്ടി. വല്ലാഹുൽ മുസ്തആൻ. അപ്പോൾ ഇത് ദഅഫുൽ ഈമാൻ കാരണം ഉണ്ടാവുന്ന വലിയൊരു വിപത്താണ്. അവൻ പാപങ്ങളിൽ ചെന്ന് വീഴുക, അതിൽ തുടർച്ചയായി ചെയ്തു പോവുക എന്നുള്ളത്. അതിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈമാന്റെ ദുർബലത കാരണം ഉണ്ടാകുന്ന മറ്റൊരു ഫലം, അശ്ശുഊർ ബിഖസ്വത്തിൽ ഖൽബ്. അവന് ഹൃദയത്തിന് കാഠിന്യം അനുഭവപ്പെടുക, ഹൃദയം കട്ടിയായി പോയതുപോലെ മനസ്സിലാവുക, കല്ലുപോലെ ആയ അവസ്ഥ. അവന് ഒരു വഅദും ഒരു മുഹാദറയും കലിമാത്തുകളൊന്നും അവന് ഉപകാരപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ, വല്ലാത്തൊരവസ്ഥ. വല്ലാഹുൽ മുസ്തആൻ. വഇയാദു ബില്ലാഹ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ പാപങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം എന്താണ്? അവന്റെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴുകയാണ്. ഇമാം തിർമിദി റഹിമഹുല്ലാഹും ഇബ്നു മാജയും ഒക്കെ ഉദ്ധരിച്ച പോലെ ഹദീസിലുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ.
ഒരു അടിമ അവൻ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്ത് വീഴപ്പെടുന്നതാണ്. فإذا هو نزع واستغفر وتاب سقل قلبه. ഇനി അവൻ ആ പാപം ഉപേക്ഷിച്ച് അള്ളാഹുവിനോട് പാപമോചനം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം ശുദ്ധിയാകപ്പെടുന്നതാണ്. ആ പാപം, ആ ഒരു കറുത്ത കുത്ത് മാഞ്ഞു പോകുന്നതാണ്. وإن عاد زيد فيها حتى تعلو قلبه. ഇനി വീണ്ടും അവൻ അതിലേക്ക് തന്നെ മടങ്ങി. അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വീണ്ടും കുത്തുകൾ ആവർത്തിക്കപ്പെടുന്നതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിന്റെ പ്രകാശം കെട്ടുപോവുകയും അവന്റെ ഉൾക്കാഴ്ച അതില്ലാതാവുന്ന, അതിലവൻ അന്ധനാവുന്ന ഒരവസ്ഥ ഉണ്ടാകും. വഹുവ റാൻ അല്ലദീ ദക്കറല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള റാൻ, കറ അതാണെന്ന് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. പക്ഷേ അതല്ല, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് മേൽ കറയായി തീർന്നു, അത് കറയാകുന്നു. അങ്ങനെ ആയിത്തീർന്നു, അവരുടെ ഹൃദയം കട്ടിയായി പോയിരിക്കുന്നു, കല്ലുപോലെ ആയിരിക്കുന്നു. നമുക്കറിയാം അല്ലാഹു തആല മറ്റൊരായത്തിൽ പറഞ്ഞു സുമ്മ ഖസത് ഖുലൂബുഹും മിൻ ബഅദി ദാലിക്, സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക്. അതിനുശേഷം നിങ്ങളുടെ ഹൃദയം അത് കട്ടിയായി പോയി, കാഠിന്യമുള്ളതായിട്ട് മാറി, കല്ലുപോലെയായി. ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ. അതെന്താണ്? കല്ലുപോലെ, അല്ലെങ്കിൽ അതിനേക്കാളും കട്ടിയായതുപോലെയായി. അല്ലാഹു മുസ്തആൻ. നസ്അലുല്ലാഹി അൽ-ആഫിയ വസ്സലാമ. ഈമാന്റെ ദുർബലത കാരണം ഉണ്ടാകുന്ന മറ്റൊരു അപകടമാണ്, അത് കാരണം ഉണ്ടാകുന്ന ഒരു ഫലത്തിൽപ്പെട്ടതാണ് ചീത്ത ഫലം. അദമു ഇത്ഖാനിൽ ഇബാദാത്ത്. അതായത് ആരാധന കർമ്മങ്ങളൊന്നും നേരെ വണ്ണം ചെയ്യാതിരിക്കുക, ശരിയായ രീതിയിൽ നിർവഹിക്കാതിരിക്കുക. അത് ഈ ഒരു ഈമാന്റെ ദുർബലത കാരണം ഉണ്ടാകുന്ന ഒരു മോശമായിട്ടുള്ളൊരു ഫലമാണ്. ഇന്ന് പല ആളുകളുടെയും, പല മുസ്ലിമുകളുടെയും നിസ്കാരത്തിലെ അവസ്ഥ നോക്കിയാൽ മതി. കോഴി കൊത്തുന്ന പോലെയുള്ള നിസ്കാരം. എന്നിട്ട് ഈ നിസ്കരിക്കുന്ന ആളുകൾ തന്നെ അവർ പറയാണ്, അല്ലാഹു തആല പറയുന്നില്ലേ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നിസ്കാരം അത് മ്ലേച്ഛമായിട്ടുള്ള പ്രവർത്തികളിൽ നിന്നും തിന്മകളിൽ നിന്നൊക്കെ തടയുന്നതാണെന്ന്. അവർ ചോദിക്കുകയാണ് സംശയമായിട്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ. നമുക്ക് അവനോട് പറയാനുള്ളത് എന്താണ്? നീ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരം കോഴി കൊത്തുന്ന പോലെയുള്ള, നിസ്കാരത്തിന് റുക്നുകളും വാജിബാത്തുകളും അതുപോലെ തന്നെ ഷർത്തുകളൊക്കെ ഉണ്ട്, നിബന്ധനയുണ്ട്, നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ പഠിച്ച് അതനുസരിച്ചിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനെ ആ പാപങ്ങളിൽ നിന്നും അത് നിസ്കാരം തടയും. അവർ ചോദിക്കുന്നത്, ഞാൻ നിസ്കരിക്കുന്നുണ്ടെന്ന് ഞാൻ വീണ്ടും പാപം ചെയ്യാണ്, അതെന്താണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്ന് പറയാണ്, ഇന്ന ഫുലാനൻ യുസല്ലി ബില്ലൈലി വഇദാ അസ്ബഹ സറഖ. ഇന്ന വ്യക്തി അവൻ രാത്രി നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ രാവിലെ ആയി കഴിഞ്ഞാൽ അവൻ മോഷ്ടിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടിയായിട്ട് പറയുകയാണ്, ഇന്നഹു സയൻഹാഹു മാ തഖൂൽ. നീ എന്താണ് പറയുന്നത് അതിനെ തൊട്ട് ആ ഒരു കാര്യത്തിൽ നിന്നും അവൻ അത് ഉപേക്ഷിക്കുന്നതാണ്, അവൻ അത് ഒഴിവാക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം. ഹദീസ് സഹീഹായിട്ടുള്ള ഹദീസാണ്. അപ്പോ ഇന്ന് പല ആളുകളുടെയും നിസ്കാരത്തിൽ അല്ലെങ്കിൽ പല ഇബാദത്തുകളിലും അവർക്ക് ഉണ്ടാവുന്ന വീഴ്ച, അല്ലെങ്കിൽ അവർക്ക് നേരെവണ്ണം പറ്റാതിരിക്കാൻ അവർക്ക് നേരെവണ്ണം ചെയ്യാതിരിക്കാൻ കാരണമായി തീർന്നിട്ടുള്ള ഒരു കാരണമാണ് എന്ത്? ദഅഫുൽ ഈമാൻ, ഈമാന്റെ ദുർബലത. വല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ പറഞ്ഞിട്ടുള്ളത്, ഇന്ന റജുല ലയുസല്ലി 60 സന. സുബ്ഹാനല്ലാഹ്. തീർച്ചയായും ഒരു വ്യക്തി അവൻ 60 വർഷം നിസ്കരിക്കും. വമാ തുഖ്ബൽ ലഹു സ്വലാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പക്ഷെ അവന്റെ അടുക്കൽ ഒരു നിസ്കാരം പോലും എന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അവന്റെ അടുക്കൽ നിന്നും ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് പറയണം, വലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ്. ചിലപ്പോൾ അവൻ റുക്കൂ നേരെ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവൻ സുജൂദ് നേരെ ചെയ്തിട്ടുണ്ടാവില്ല. വയുതിമ്മു സുജൂദ് വലാ യുതിമ്മു റുകൂഅ. ചിലപ്പോൾ അവൻ സുജൂദ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ശരിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. വലാ യുതിമ്മു റുകൂഅ, റുക്കൂ ശരിയായ രീതിയിൽ ചെയ്തിട്ടുണ്ടാവില്ല. ഇമാം അൽ-അൽബാനി റഹിമഹുല്ലാഹ് സഹീഹായിട്ടുള്ള ഹദീസാണ്, സിൽസിലത്തു സഹീഹ ഹദീസ് സഹീഹയിലുള്ള ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ്. അപ്പോൾ ഇതാണ്
ഒരു അനന്തരഫലമായിട്ടുണ്ടാവുന്ന ദഅഫുൽ ഈമാൻ കാരണം ഉണ്ടാവുന്ന ഒരു മോശമായിട്ടുള്ള ഫലം. എന്താണത്? ഇബാദാത്തുകളിൽ, ആരാധനാ കർമ്മങ്ങളിൽ ഒരു ഇത്ഖാൻ ഉണ്ടാവില്ല, അവന് ശരിയായ രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് എന്താണ്? ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ദൃഢനിശ്ചയത്തോടുകൂടെ ആ ഒരു അവസ്ഥയിലായിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുവിൻ. വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ലാഹിൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, തീർച്ചയായും അല്ലാഹു തആല ഒരു അല്ലാഹുവിൻ്റെതല്ലാത്ത കാര്യങ്ങളിൽ മുഴുകിയിട്ടുള്ള, അല്ലാഹുവിലെ അല്ലാത്ത കാര്യങ്ങളിൽ മുഴുകിയിട്ടുള്ള കളിയുള്ള ഒരു ഹൃദയത്തിൽ, അങ്ങനെ വിനോദമുള്ള ഒരു ഹൃദയത്തിൽ, ആ അല്ലാഹുവിൻ്റെതല്ലാത്ത ദുനിയാവിയായ വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിൽ വ്യാപൃതമായിട്ടുള്ള ഒരു ഹൃദയത്തിൽ നിന്നും അല്ലാഹു തആല, ആ ഒരു ഹൃദയത്തിൽ നിന്നും വരുന്ന ദുആ അല്ലാഹു തആല സ്വീകരിക്കില്ല. ഈ ദഅഫുൽ ഈമാന്റെ അത് കാരണത്താൽ ഉണ്ടാകുന്ന ഒരു മോശമായിട്ടുള്ള ഫലങ്ങളിൽ പെട്ടതാണ് അത്തകാസുൽ ഫിൽ ഇബാദാത്ത്, ഇബാദാത്തുകളിലുള്ള മടി. അതായത് അവനെ നിസ്കരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, അതിന് അവൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അവന് മടിയാണ്. ഇതെന്ത് കാരണം ഉണ്ടാവുന്നതാണ്? ദഅഫുൽ ഈമാൻ. മുനാഫിഖുകളെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, അവർ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഖാമു, അവർ എഴുന്നേൽക്കുക എങ്ങനെ? കുസാല, മടിയന്മാരായിട്ട്. അതുപോലെ തന്നെ മുന്നിലുള്ള സൊഫുകൾ, ആദ്യത്തെ സൊഫുകൾക്ക് വേണ്ടിയിട്ട് അതിനൊന്നും അവന് താല്പര്യമില്ല. നിസ്കാരത്തിന്റെ ഏറ്റവും അവസാനമായിരിക്കും നിസ്കാരത്തിൽ വന്നിട്ട് പ്രവേശിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ദർസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദർസിൽ ഏറ്റവും പിന്നിലായിട്ട്, മുദരിസിന്റെ അടുത്തായിട്ട് ഇരിക്കാതെ പിന്നിലേക്ക് പോയിട്ട് മടിയനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ചാരിയിരിക്കുക. ഇത് രോഗങ്ങളുള്ള അവസ്ഥയുള്ള ആളുകളെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. അതല്ല, ഇത് ഈ ദർസിനോടൊന്നും ഒരു താല്പര്യമില്ല, പഠിക്കാനൊന്നും താല്പര്യമില്ല, അങ്ങനെ പിന്നിൽ പോയിട്ടിരിക്കുക, മുന്നിലൊന്നും ഇരിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ഖൗമുൻ യതഅഖറൂന അനിസ് സഫിൽ അവ്വൽ ഹത്താ യുഅഖിറഹുമുല്ലാഹു ഫിന്നാർ. ആയിഷ റളിയല്ലാഹു ഹദീസിൽ, സുനൻ അബീ ദാവൂദിൽ ഹദീസാണ്. അല്ലാഹു തആല ചില ആളുകളെ പറ്റി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരികയാണ്, ഒരു വിഭാഗം ആളുകൾ, അവർ ആദ്യത്തെ സൊഫിന്റെ വിഷയത്തിൽ അവർ നേരം വൈകിക്കൊണ്ടേയിരിക്കും. ഹത്താ യുഅഖിറഹുമുല്ലാഹു ഫിന്നാർ, നരകത്തിൽ അല്ലാഹു തആല അവരെ വൈകിപ്പിക്കുന്നത് വരെ. മറ്റൊരു മോശമായിട്ടുള്ള ഫലങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ആയാത്തുകളെ പറ്റി അദമു തഅസ്സുർ ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയാത്തുകളെ പറ്റിയിട്ട് അത് യാതൊരു സ്വാധീനവും ചെലുത്താതിരിക്കുക. അതായത് ഈ ദുർബലത അനുഭവിക്കുന്ന, ഈമാൻ ദുർബലമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആൻ കേൾക്കുന്ന സമയത്ത് അവർക്ക് പ്രയാസമാണ്, ഒരു മടുപ്പാണ്. ഖുർആൻ ഓതാനാണെങ്കിലും ഖുർആൻ കേൾക്കാനാണെങ്കിലും അതിനൊരു മടി. ചിലപ്പം ഖുർആൻ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പേജ് 2 പേജ് പോലും അവന് ചിലപ്പോൾ ഇരുന്ന് ഓതാൻ പറ്റില്ല. അതേസമയം അവൻ മൊബൈൽ ഫോൺ എടുത്ത് വാട്സപ്പ് ഓണാക്കി ടെലിഗ്രാം ഓണാക്കി കഴിഞ്ഞാൽ അവൻ മണിക്കൂറുകളോളം ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് ലോക്ക് ചെയ്യാതെ, ഫോൺ ലോക്ക് ചെയ്യാതെ അവൻ നോക്കിയിട്ടുണ്ടാവും. അല്ലാഹുൽ മുസ്തആൻ. ഇത് ദഅഫുൽ ഈമാൻ കാരണം ഉണ്ടാകുന്ന ഒരു മോശമായിട്ടുള്ള ഒരു ഫലമാണ്. അല്ലാഹു തആല ഖുർആനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. നാം എങ്ങാനും ഈ ഒരു ഖുർആനെ ഒരു പർവ്വതത്തിന്മേൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ലറഅയ്തഹു, നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നു, ഖാശിഅൻ, വിനീതമാകുന്ന ആ പർവ്വതം വിനീതമാകും, മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഭയത്താൽ അത് പൊട്ടിപ്പൊടിഞ്ഞു പോകുമായിരുന്നു. ഷെയ്ഖ് അഹ്മദ് ബിൻ ഉസ്മാൻ ഹഫിളഹുല്ലാഹ് പറയാറുണ്ടായിരുന്നു, ഇത് ജമാദാത്താണ്, ജീവനില്ലാത്ത കാര്യങ്ങളാണ് ഈ പർവ്വതം. നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദം സന്തതിയായിട്ടുള്ള നിന്റെ ഹൃദയം, നിനക്ക് ഹൃദയമുണ്ട്, ശരിയും തെറ്റും മനസ്സിലാക്കാം. ഈ ഹൃദയത്തിന് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ളത് അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിന്റെ അവസ്ഥ എന്താണ് ഈ ഖുർആന്റെ ആയത്തുകൾ കേൾക്കുന്ന സമയത്ത്? അല്ലാഹുൽ മുസ്തആൻ. അതുപോലെ തന്നെ ഇഖ്വാനി ഫില്ലാഹ് ബറക്കല്ലാഹു ഫീക്കും, ഈ ഈമാന്റെ ദുർബലത അതിലേക്ക് എത്തിക്കുന്ന ചില കാരണങ്ങളുണ്ട്.
എങ്ങനെയാണ് ഈ ഈമാന് ദുർബലത ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? അതിന് ചില കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ, മോശമായിട്ടുള്ള ഫലങ്ങൾ, അതൊക്കെ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ചില കാരണങ്ങൾ കൂടി പറയാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. എങ്ങനെയാണ് ഈ ഈമാന്റെ ദുർബലത ഉണ്ടാകുന്നത്? അതിലൊന്നാമത്തെ കാര്യം മനസ്സിലാക്കി വെക്കുക, അൽ ഇബ്തിആദു അനിൽ ഇസ്തിഖാമ വസ്സലാഹ് ലിഫതറ ത്വീല. ഈ ഈമാന്റെ ദുർബലത ഉണ്ടായിരുന്ന അവസ്ഥയിൽ നമുക്കറിയാം, മനുഷ്യന്റെ ഈമാനെ സംബന്ധിച്ചിടത്തോളം അതിന് ദുർബലത ഉണ്ടാവും, അതിന് സിയാദത്ത് ഉണ്ടാവും, വർധനവുണ്ടാവും. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്. അൽ ഈമാനു യസീദു വയൻഖുസ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. യസീദു ബിത്ത്വഅ വയൻഖുസു ബിൽ മഅസിയ. അത് അള്ളാഹുവിന് അനുസരണ കാരണം അത് കൂടും, അള്ളാഹുവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ അത് കുറയുകയും ചെയ്യും. ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹ് ഹായിയിൽ പറഞ്ഞ പോലെ വയൻഖുസു തൗറൻ ബിൽ മആസി വതാറതൻ ബിതാഅതിഹി യൻമി വഫിൽ വസ്നി യർജഹു. നഅം ഇഖ്വാനി ഫില്ലാഹ്, നമ്മൾ മലക്കുകളെ പോലെയല്ല. നമ്മളുടെ ഈമാനിന് ദുർബലതയുണ്ടാവും, വർധനവുണ്ടാവും. എന്നാൽ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? എപ്പോഴും ഉയർന്ന ഈമാനുള്ള ആളുകളാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അവരോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അല്ലാഹു തആല, അവരതിലൊരു തെറ്റും വരുത്തില്ല, അവരതിലൊരു വീഴ്ചയും വരുത്തില്ല, അതനുസരിക്കും. അവരോട് എന്താണോ കൽപ്പിക്കപ്പെടുന്നത് അവരത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എന്തുണ്ടാവും? ഈമാനിലെ ദുർബലത. പക്ഷേ ഈ ഈമാന്റെ ദുർബലത ഉണ്ടായതിനു ശേഷം അവൻ എന്ത് ചെയ്യില്ല, അത് വീണ്ടും അവൻ ആ നല്ല അവസ്ഥയിലേക്ക് പോകാൻ എന്ത് ചെയ്യും? അവൻ അതിൽ നിന്നും വിട്ടുനിൽക്കും, അതിലേക്ക് അവൻ വൈകും. ഇത് എന്താണ്? ഒരുപാട് കാലത്തേക്കുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് കാലം അവന് ദഅഫുൽ ഈമാൻ, അവന് ഈമാന്റെ ദുർബലത ഉണ്ടാവുന്നു, അവന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല മോശമായിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെന്ന് വീഴുന്നു, എന്നിട്ടും അവൻ അതിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാലത്തേക്ക്. ഒരുപാട് കാലം അവൻ അതിൽ അങ്ങനെ തന്നെ തുടരാ. എന്ത് ചെയ്യുന്നില്ല? അവൻ ഈമാന് ദുർബലത ഉണ്ടായി എന്നറിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നില്ല? അത് ഒഴിവാക്കി സൽക്കർമ്മങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന ചികിത്സകൾ ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യുന്നില്ല? അവനത് വീണ്ടെടുക്കുന്നില്ല, അത് ശരിയാക്കുന്നില്ല ആ ദുർബലതയെ. ഇതെന്താണ്? ഒരു കാരണമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ പോലെ അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറു മിൻഹും ഫാസിഖൂൻ. അല്ലാഹു തആല പറയാണ്, വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്റിലേക്ക്, സ്മരണയിലേക്കും, അതുപോലെ തന്നെ അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്കും ഹക്കിലേക്കും കീഴൊതുങ്ങുവാനും തങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കുവാനും സമയമായില്ലേ എന്ന് അള്ളാഹു തആല ചോദിക്കും. പക്ഷെ ഷാഹിദ് എന്താണ് ഈ ആയത്തിൽ? പിന്നെ അള്ളാഹു പറയാണ്, അങ്ങനെ ആ വേദക്കാർക്ക് ഫതാല അലൈഹിമുൽ അമദ്, കാലം ദീർഘിച്ചു പോവുകയും, ഫഖസത് ഖുലൂബുഹും, അത് കാരണത്താൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും ചെയ്തു. ഫതാല അലൈഹിമുൽ അമദ്, അവരെന്ത് ചെയ്തു? വൈകി. ഒരുപാട് കാലം എന്ത് ചെയ്യുന്നില്ല? അവര് വീണ്ടെടുക്കാൻ നോക്കുന്നില്ല. ആ ഈമാൻ പഴയ ഉണ്ടായിരുന്ന ആ നല്ല അവസ്ഥ അതിലേക്ക് എത്താൻ അവൻ ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടി അവൻ ശ്രമിക്കുന്നില്ല. മറിച്ച് അവൻ ആ ഈമാന്റെ ദുർബലതയിൽ തന്നെ എന്ത് ചെയ്യാണ്? തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ഹൃദയത്തിൽ എന്തുണ്ടാവുകയാണ്? ഹൃദയത്തിൽ ഖസത് ഖുലൂബുഹും, അങ്ങനെ എന്ത് ചെയ്യുക? അവർ ഹൃദയം കടുത്തുപോയി, അവരുടെ ഹൃദയത്തിൽ അശ്രദ്ധയുണ്ടായി. ഇതാണ് ഒരു കാരണം. മറ്റൊരു കാരണമാണ് ചീത്ത ആളുകളുടെ കൂടെയുള്ള ഇരുത്തം, മുജാലസത്തുൽ അശ്റാർ, ചീത്ത ആളുകളുടെ കൂടെയുള്ള ഇരുത്തം, ദുനിയാവിന്റെ ആൾക്കാരുടെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ മാസിയത്ത്, തിന്മകൾ ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇരിക്കുക. യാ ഹി ഇത്തഖില്ല. ഞാൻ ചില ഇഖ്വാളുടെ കാര്യം, അവരുടെ കാര്യം ആലോചിച്ചിട്ട് വളരെയധികം ദേഷ്യം തോന്നുകയാണ്, അവരുടെ കാര്യത്തിൽ വളരെയധികം ഖേദം തോന്നുകയാണ്. അല്ലാഹു തആല അവനെ ഹിദായത്തിലാക്കിയതിനു ശേഷം അവൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് മുമ്പ് ആരുടെ കൂടെ ആയിരുന്നോ കമ്പനി ഉണ്ടായിരുന്നത്, കൂട്ടുണ്ടായിരുന്നത്, അവരുടെ ആ ആളുകളുടെ, ആ കൂട്ടുകാരുടെ കൂടെ തന്നെ, ആ ഫ്രണ്ട്സിനെ അവന് ഒഴിവാക്കാൻ പറ്റുന്നില്ല. യാ ഹി ഇത്തഖില്ല. അല്ലാഹു തആല നിന്നെ ഹിദായത്തിലാക്കി നിന്റെ കഴിവുകൊണ്ടല്ല, നിന്റെ എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടല്ല അല്ലാഹു തആല നിന്നെ ഹിദായത്തിലാക്കി. ഇത് അള്ളാഹുവിന്റെ ഫضലാണ്, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്. അല്ലെങ്കിൽ നിന്റെ ഉപ്പപ്പമാരോ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ടല്ല അല്ലാഹു തആല നിന്നെ ഹിദായത്തിലാക്കിയിട്ടുള്ളത്. തൗഫീഖ് മിനല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രം. എന്നിട്ട് അല്ലാഹു തആല നിന്നെ ഹിദായത്തിലാക്കിയിട്ട് പോലും നിനക്ക് അങ്ങനത്തെ ആൾക്കാരെ ഒഴിവാക്കാൻ പറ്റുന്നില്ലേ? നീ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി, നീ എന്തൊരവസ്ഥയിലായിരുന്നു അവരുടെ കൂടെ മുമ്പ് ഉണ്ടായിരുന്നത്.
എന്നിട്ട് നീ ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെ അവരുടെ കൂടെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ, അവരിപ്പോ നീ പണ്ട് സിഗരറ്റ് വലിച്ച് അല്ലെങ്കിൽ കള്ളു പിടിച്ച് നടന്ന ആളുകളാണെങ്കിൽ അവരെ കൂടെ വീണ്ടും ഇരുന്ന അവർ വീണ്ടും നിനക്ക് സിഗരറ്റും തരും, അതുപോലെ തന്നെ കള്ളു തരും. അവരെന്തൊക്കെ തെമ്മാടിത്തരം ചെയ്തുകൊണ്ടിരുന്നോ അത് അവർ വീണ്ടും നിന്നിലേക്ക് തന്നെ എത്തിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ ദുനിയാവിന്റെയും ഈ മാസിയത്തിന്റെ തിന്മകളുടെ ആളുകളുടെ കൂടെ ഇരിക്കുന്നതിനെ പറ്റി അള്ളാഹു തആല വിലക്കിയിട്ടുള്ളത്. അതിനു പകരം സാലിഹ്യങ്ങളുടെ കൂടെ ഇരിക്കാനും അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, മനോഹരമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറയാണ്, മസലുൽ ജലീസി സ്വാലിഹി വൽ ജലീസി സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. നല്ല ആളുടെ കൂടെ ഉള്ള ഒരാളുടെ ഇരുത്തവും അതുപോലെ തന്നെ ചീത്ത ആളുകളുടെ കൂടെ, ചീത്ത ഒരു കൂട്ടുകാരന്റെ കൂടെയുള്ള ഇരുത്തം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതൊരു അത്തറ് കച്ചവടക്കാരന്റെ, സുഗന്ധം വിൽക്കുന്നവന്റെ കൂടെ ഇരിക്കുന്നത് പോലെയും ലയിൽ ഓതുന്ന ഒരാളുടെ കൂടെ ഇരിക്കുന്നത് പോലെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമ്മ ഹാമിലുൽ മിസ്ക്, ഹാമിലുൽ മിസ്കിനെ സംബന്ധിച്ചിടത്തോളം ഹാമിലുൽ മിസ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമ്മ അൻ യുഹ്ദിയക, അവൻ എന്ത് ചെയ്യും? നിനക്ക് ആ സുഗന്ധം, അത്തർ അല്ലെങ്കിൽ പെർഫ്യൂം എന്ത് ചെയ്യും? അവൻ നിനക്ക് തരും. വ ഇമ്മ അൻ തബ്തഅ മിൻഹു, അല്ലെങ്കിൽ നീ അവനിൽ നിന്ന് അത് വാങ്ങിക്കും. വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ, നീ അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നീ അവനിൽ നിന്ന് എന്താണ്, ഒന്നുമില്ല, അവന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സ്മെല്ലെങ്കിലും കിട്ടും. നമുക്കറിയാം, അത്ര വെച്ചോടുള്ള നമ്മുടെ സഹോദരന്മാരുടെ കൂടെ പോയിട്ട് കുറച്ചു നേരം നിന്നാൽ തന്നെ എന്താണ്, നമുക്ക് സ്മെല്ല് കിട്ടിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പോലും ആ സ്മെല്ല് നമുക്ക് കിട്ടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നാഫിഖുൽ കീർ, എന്നാൽ ഉലയിൽ ഓതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇമ്മ അൻ യുഹ്രിഖ തിയാബക, അവൻ എന്തെങ്കിലും എന്ത് ചെയ്യും? അവൻ നിന്റെ ഡ്രസ്സ് കത്തിക്കും. വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ കരീഹ അല്ലെങ്കിൽ മുൻതിന, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? ചീത്ത സ്മെല്ല് അവനിൽ നിന്നും കിട്ടും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമ കൂടെ പറഞ്ഞു തരാം. നമുക്കറിയാം, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അസ്സാഹിബു സാഹിബ്, അസ്സാഹിബു സാഹിബ്, ആദ്യത്തത് സാദാണ്, അസ്സാഹിബു, രണ്ടാമത്തത് സീനാണ്, സാഹിബ്. ശൈഖുന യഹ്യ പറയുന്നതായിട്ട് കേൾക്കാറുണ്ട്. സാഹിബ്, കൂട്ടുകാരൻ എന്ന് പറയുന്നത് എന്താണ്? സാഹിബ്, വലിക്കുന്നവനാണ് എന്ന്. അതെന്താ ഉദ്ദേശിക്കുന്നത്? അവൻ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത്, അവന് എന്ത് ചെയ്യും? ആ ഫ്രണ്ട് എന്ത് ചെയ്യും? അവന്റെ കൂടെ ഇരിക്കുന്ന ആ കൂട്ടുകാരൻ അവനെ വലിക്കും. അവൻ എന്തിലേക്കാണോ, അവൻ എന്താവസ്ഥയിലാണോ, കൂട്ടുകാരൻ എന്താവസ്ഥയിലാണുള്ളത്, അതിലേക്ക് അവനെ വലിക്കും. അതുകൊണ്ടാണ് സലഫുകൾ എന്ത് ചെയ്തിട്ടുള്ളത്? ബിദഅത്തിന്റെ ആൾക്കാരുടെ കൂടെയും അതുപോലെ തന്നെ ഹവന്റെ ആളുകളുടെയും കൂടെയും ദുനിയാവിന്റെ ആൾക്കാരുടെ കൂടെയൊക്കെ ഇരിക്കുന്ന എന്ത് ചെയ്തിട്ടുള്ളത്? വിലക്കിയിട്ടുള്ളത്. എന്നിട്ട് പണ്ഡിതന്മാർ പറയാറുള്ളതാണ്, മൻ ജാലസ ജാനസ, ആരാണോ ഒരാളുടെ കൂടെ ഇരിക്കുന്നത് അവൻ ജാനസ, അവനെ പോലെ തന്നെ ആവും. ഇഖ്വാനി ഫില്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ തന്നെ ദഅഫുൽ ഈമാൻ ഉണ്ടാവുന്ന കാരണങ്ങൾ പെട്ടതാണ് ത്വലബുൽ ഇൽമി ശർഈയിൽ നിന്നും ഇബ്തിആദു അൻ ത്വലബുൽ ഇൽമി ശർഈ വൽ ഇത്തിസാൽ ബികുതുബി സലഫ്. അതായത് ത്വലബുൽ ഇൽം, ദീൻ പഠിക്കാൻ, മതവിജ്ഞാനം അന്വേഷിക്കുക, അത് പഠിക്കുന്ന വിഷയത്തിൽ നിന്നും വിദൂരത്താവുക. അതുപോലെ തന്നെ നമ്മുടെ സച്ചരിതരായിട്ടുള്ള മുൻഗാമികളുടെ കിതാബുകൾ, അവർ രചിച്ചിട്ടുള്ള, അവരെ പറ്റി പറഞ്ഞിട്ടുള്ള, അവരുടെ ചരിത്രങ്ങളും മറ്റും പറഞ്ഞിട്ടുള്ള ആ കിതാബുകളായിട്ടുള്ള അതിൽ നിന്നൊക്കെ അവൻ വളരെ വിദൂരത്താവുക. അതെന്താണ്? ദഅഫുൽ ഈമാൻ ഉണ്ടാവുന്ന ഒരു കാരണമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ദീൻ എന്താണ്, അത് നമുക്ക് ദീന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൽമു വേണം. അതിൽ നമുക്ക് യാതൊരു സംശയമില്ല. നിനക്കൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിഞ്ഞാലേ അതിനെ പറ്റിയിട്ട് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ദീൻ അനുസരിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ദീൻ എന്താണ് പറയുന്നത് നമുക്ക് അറിയണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ശൈഖുന യഹ്യന്റെ ദർസിൽ കിട്ടിയ മനോഹരമായിട്ടുള്ള ഒരു ഫായിദയായിരുന്നു ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അനസ് റളിയല്ലാഹുവിന്റെ ഹദീസ്. ത്വലബുൽ ഇൽമി എല്ലാ ആളുകൾക്കും, മതവിജ്ഞാനം അന്വേഷിക്കൽ, അത് പഠിക്കൽ എല്ലാ മുസ്ലിങ്ങളുടെ മേലും വാജിബ എന്ന് പറയുന്ന ഹദീസ് ചില പണ്ഡിതന്മാർ ദഈഫാക്കിയിട്ടുണ്ട്. സനദ് പ്രകാരം, സനദ് അതിന്റെ അടിസ്ഥാനത്തിൽ ദഈഫാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഹദീസിനെ സ്വഹീഹാക്കിയിട്ടുണ്ട് പോലും. എന്നിട്ട് പണ്ഡിതന്മാർ പറയാണ് ഈ ഹദീസ് എന്താണ്? അസ്ലാണ്. കാരണം ഇപ്പൊ അല്ലാഹു തആല പറയണം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ ജിന്നുകളെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടേ ഇല്ല എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പൊ എങ്ങനെയാണ് ഒരു വ്യക്തി ഇബാദത്ത് ചെയ്യുക? അവൻ അതിന് ഇൽമുണ്ടായിരിക്കണം. അല്ലാഹു തആല മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അവൻ അറിയണം എങ്ങനെയാണ് അള്ളാഹുവിനെ മാത്രം തൗഹീദ്. അവന് അഖീമുസ്സലാ, നീ നിസ്കരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിസ്കരിക്കുക? ത്വലബുൽ ഇൽം, ഇതീം പഠിച്ചാൽ അത് പറ്റില്ല.
അതുപോലെ തന്നെ നമ്മുടെ സലഫുകളുടെ ചരിത്രം, ആ ചരിത്രങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മളുടെ ളഅഫുൽ ഈമാനല്ല, മറിച്ച് നമ്മളുടെ ഈമാൻ വളരെയധികം കൂടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഹൃദയങ്ങൾ ലോലമാക്കുന്ന അലിയിക്കുന്ന വളരെയധികം മനോഹരമായിട്ടുള്ള അസറുകൾ സലഫുകളെ തൊട്ടിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഹൃദയത്തിനെ പറ്റി പറയുന്നതും അതുപോലെ തന്നെ മരണത്തെ പറ്റിയിട്ടും സ്വർഗനരകത്തെയൊക്കെ പറ്റി പറയുന്ന അസറുകൾ, ഹദീസുകൾ, ഇങ്ങനത്തെ കിതാബുകളിൽ നിന്നൊക്കെ വളരെ വിദൂരത്താവുന്നത് അതെന്താണ്? ഇത് തൊലബുൽ ഇൽം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തൊലബുൽ ഇൽമിൽ നിന്നും ഒരാൾ വിട്ടു നിൽക്കുന്ന കാരണം അവൻ എന്തുണ്ടാവും? ദീൻ പഠിക്കാത്ത, ദീൻ മജ്ലിസുകൾക്കൊന്നും അതിലൊന്നും ഹാജരാവാത്ത, അതിനൊന്നും ഒരു താല്പര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് ഈമാനിൽ ദുർബലത ഉണ്ടാവും. അതിൽപ്പെട്ട മറ്റൊരു കാരണമാണ് ഈമാന്റെ ദുർബലത ഉണ്ടാവുന്ന മറ്റൊരു കാരണം, ദുനിയാവിൽ എന്ത് ചെയ്യാൻ മുഴുക, അലിൻഷിഗാൽ ബിദ്ദുനിയ, ദുനിയാവിന്റെ വിഷയങ്ങളിൽ വളരെയധികം ആഴത്തിൽ പോയിട്ടുള്ള അവസ്ഥ. ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ ജോലി ചെയ്യൽ ഹറാമാണെന്നോ സമ്പാദിക്കുന്നത് ഹറാമാണോ എന്നല്ല ഇഖ്വാൻ, മറിച്ച് ഒരാളുടെ ലക്ഷ്യം എന്താണ്? ഒരുവന്റെ ലക്ഷ്യം എന്താണ്? വെറും ദുനിയാവ്. അവന് ദീനിയായിട്ടുള്ള ഒരു വിഷയത്തിലും താല്പര്യമില്ല. 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ അവൻ എന്താണ്? ദുനിയാവിന്റെ വിഷയത്തിൽ മശൂലാണ്, തിരക്കിൽ. അവന് വേറെ ഒരു വിഷയത്തിലും, ദുനിയാവിന്റെ അല്ലാത്ത വേറൊരു വിഷയത്തിനും അവന് താല്പര്യമില്ല. ദീന്റെ ഒരു കാര്യത്തിലും അവന് താല്പര്യമില്ല. അതെന്താണ്? ഒരുത്തന് ളഅഫുൽ ഈമാൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞ അൽഹാകുമുത് തകാസുർ, അൽഹാക്കും നിങ്ങളെ തെറ്റിച്ചിരിക്കുന്നു, നിങ്ങളെ വ്യാപൃതമാക്കിയിരിക്കുന്നു. എന്ത്? അത്തകാസുർ, ധാരാളത്വം. എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു തആല എന്തിൽ കൂടുതലാവുന്നതിനെ, ധാരാളം ഉണ്ടാവുന്നതിനെ പറ്റിയിട്ടാണ് എന്താണ് നിങ്ങളെ വ്യാപൃതമാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. അതെന്താണ്? ഇവിടെ ഉമൂമായിട്ടുള്ള പൊതുവായിട്ടുള്ള അർത്ഥമാണ് തരുന്നത്. അതായത് സമ്പത്തില്, സന്താനങ്ങളില്, അതുപോലെ തന്നെ അവരുടെ പൊസിഷൻസില്, അല്ലെങ്കിൽ അവർക്കുള്ള സർവൻസില്, അങ്ങനെ പല കാര്യങ്ങളിലും അതിലൊക്കെ അവന് ധാരാളം ഒരുപാട് ഉണ്ടാവണം. കസീർ, ഒരുപാട് ആവശ്യമാണ്. അത് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അൽഹാക്കും, അവനെ വ്യാപൃതമാക്കിയിരിക്കുന്നു. അതെന്ത് ചെയ്യുന്നില്ല? അവന് യാതൊരു ഉപകാരം ചെയ്യുന്നില്ല. ദുനിയാവിയായിട്ടുള്ള വിഷയങ്ങൾ, ദുനിയാവ് എന്താണ്? നശിച്ചു പോകാനുള്ളതാണ്. അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കാം. നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കാം. അല്ലാഹു തആല നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ ദുനിയാവിൽ നിന്നെടുക്കാം. അത്രയേ ഉള്ളൂ. ഈ ഒരു ദഅഫുൽ ഈമാൻ ഉണ്ടാകുന്ന മറ്റൊരു കാരണത്തിൽപ്പെട്ടതാണ് തൂലുൽ അമൽ, വ്യാമോഹം, അധികരിച്ച വ്യാമോഹം. ഈ വ്യാമോഹം എന്ത് ചെയ്യും? അതായത് ഞാൻ ഒരുപാട് ഇനിയും ജീവിക്കും, എനിക്ക് ഇനിയും സമയമുണ്ട്, അങ്ങനത്തെ വ്യാമോഹം. അത് എന്ത് ചെയ്യും? അതിന്റെ ആളിനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നെന്ന് എന്ത് ചെയ്യും? അവന് വീഴ്ച ഉണ്ടാക്കും, അത് പോരായ്മ ഉണ്ടാക്കും. അതുപോലെ തന്നെ അവൻ തസ്വീഫ് ചെയ്യും. തസ്വീഫ് എന്ന് പറഞ്ഞാൽ സൗഫ, ഒക്കെ ഇപ്പം ചെയ്യുന്നില്ല, നാളെ ചെയ്യാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് തുടങ്ങാം. വിത്ർ നിസ്കരിക്കണം, രാത്രി നിസ്കരിക്കണം, ഒരാഴ്ച ചെയ്യട്ടെ, അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ, ഇനി അടുത്ത റമദാൻ മുതൽ തുടങ്ങാം. വിത്ർ നിസ്കാരം, അതുപോലെ തന്നെ ദുഹാ നിസ്കാരം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത മാസം മുതൽ തുടങ്ങണം. അങ്ങനെയല്ല. തസ്വീഫ് ഷെയ്ത്താൻ എന്നുള്ളതാണ്. തസ്വീഫ് ഷെയ്ത്താൻ എന്നുള്ളതാണ്. തസ്വീഫ് ഷെയ്ത്താൻ നിന്നാണ് വരിക. അതൊക്കെ നാളത്തേക്ക് വെക്കാം, ഇന്നല്ല നാളെ. അതിന് വ്യാമോഹമാണത്. അവനറിയില്ല എപ്പോഴാണ് അവന്റെ അടുത്തേക്ക് മരണം വന്നെത്താന്ന്. നമുക്കറിയാം പല ആളുകൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. നസ്അലുല്ലാഹി ഹുസ്നൽ ഖാത്തിമ. അപ്പൊ ഇത് എന്ത് ചെയ്യും? അവനെ വ്യാപൃതമാക്കും. അവനെ ഈ ദുനിയാവിയായിട്ടുള്ള വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഈ ദുനിയാവി വിഷയങ്ങളിൽ അവൻ മുഴുകുന്ന ഒരവസ്ഥയുണ്ടാവും. അവൻ ആഖിറത്തിന് തൊട്ടിട്ട് എന്തായിരിക്കും? അവന് ഗാഫിലായിരിക്കും, അശ്രദ്ധയിലായിരിക്കും. അല്ലാഹു തആല പറഞ്ഞു, വലദർഹും യഅകുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമലു ഫസൗഫ യഅലമൂൻ. ദർഹും, നീ അവരെ വിട്ടേക്കുക. യഅകുലു വയതമത്തഉ, തിന്നിട്ട് സുഖിക്കട്ടെ. വയുൽഹിഹിമുൽ അമൽ, അവരെ വ്യാമോഹം എന്ത് ചെയ്തിരിക്കുന്നു? അവരെ വ്യാപൃതമാക്കിയിരിക്കുന്നു. ഫസൗഫ യഅലമൂൻ, അവര് അറിയുന്നതാണ് എന്ന് അല്ലാഹു തആല പറയും. ഇത് ചില കാരണങ്ങളാണ് ഇഖ്വാനി ഫില്ലാ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതാനും മോശമായിട്ടുള്ള ഫലങ്ങളും, ഈമാന്റെ ദുർബലത കാരണം ഉണ്ടാകുന്ന മോശമായിട്ടുള്ള ചില ഫലങ്ങളും, അത് ഉണ്ടാക്കാനുണ്ടായ, അത് കാരണമായിട്ടുള്ള ദഅഫുൽ ഈമാനിലേക്ക് എത്തിച്ച, അതിന് കാരണമായി തീർന്ന ചില കാരണങ്ങളുമാണ്. ഇനി ഇഖ്വാനി ഫില്ലാ നമുക്ക് അറിയേണ്ടത് ഇത് എങ്ങനെയാണ് ഈ ഒരു ഈമാന്റെ ദുർബലത നമ്മൾ ചികിത്സിക്കുക. നമുക്ക് ദുർബലത എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കുക? നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് നമ്മൾ നല്ല ഈമാനോട് കൂടി മരിച്ചു പോകുക എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമ്മളെപ്പോഴും
നല്ല ഈമാനോടുള്ള ഒരവസ്ഥയിലുണ്ടാവുക. അതിൽ സലഫുകൾ പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ചില സലഫുകളെ തൊട്ട് ഉദ്ധരിച്ചു വന്നിട്ടുള്ളതാണ് മിൻ ഫിഖ്ഹിൽ അബ്ദി അൻ യതആഹദ ഈമാനഹു വമാ യൻഖുസു മിൻഹു. ഒരു അടിമയുടെ പാണ്ഡിത്യത്തിൽപ്പെട്ടതാണ് അവൻ അവന്റെ ഈമാനിനെ പരിശോധിക്കുക. വമാ യൻഖുസു മിൻഹു, അവന് എന്താണ് അതിൽ പോരായ്മ ഉണ്ടാവുന്നത് അതിനെപ്പറ്റി അവൻ എപ്പോഴും അന്വേഷിക്കുക, പരിശോധിക്കുക. വമിൻ ഫിഖ്ഹിൽ അബ്ദി അൻ യഅലമ അയസ്ദാദു ഈമാനുഹു ഔ യൻഖുസ്. അതുപോലെ ഒരു അടിമയുടെ പാണ്ഡിത്യത്തിൽപ്പെട്ടതാണ് അവൻ എന്തറിയുക, അവൻ അവന്റെ ഈമാൻ കൂടുകയാണോ അതോ കുറയാണോ എന്നറിയാം. വഇന്ന മിൻ ഫിഖ് അൻ യഅലമ നസഗാതി ശൈത്താനി അന്നാ തഅതീഹി. സലഫുകൾപ്പെട്ട ചിലർ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. നൂനിയന്റെ ഷർഹിലൊക്കെ കാണാൻ പറ്റും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു വ്യക്തിയുടെ പാണ്ഡിത്യത്തിൽപ്പെട്ടതാണ് അവന് ശൈത്താന്റെ ഇളക്കിവിടൽ അത് എവിടുന്നാണ് വരിക എന്നുള്ളതിനെ പറ്റി അറിയാം. കാരണം പിശാച് പല മാർഗത്തിലൂടെ വരും. എന്താണ് ഉദ്ദേശം? അടിമനെ, അള്ളാഹിന്റെ അടിമകളെ പിഴപ്പിക്കണം. പിഴപ്പിക്കുന്ന സത്യം ചെയ്ത് വന്നിട്ടുള്ള ആളാണ് ആര്? പിശാച്. അവന് യാതൊരു മടുപ്പുമില്ല. അവൻ അതിൽ ഇസ്തിമ്രാറായിട്ട് ചെയ്തു പോകുന്ന, ആ പിഴപ്പിക്കുന്നതിൽ തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു പണി തുടർച്ചയായിട്ട് ചെയ്യുന്ന ആളാണ് ആര്? ഇബ്ലീസും കൂട്ടരും. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ട ചികിത്സ എങ്ങനെയാണ് ഇതിന്റെ ചികിത്സ? അതിലാദ്യമായിട്ട് പറയുന്നത് എന്താണ്? അല്ലാഹു തആലനെ മഅരിഫത്തുല്ലാഹി ബി അസ്മാഹി വസിഫാത്തി. അള്ളാഹുവിനെ അറിയാം. എങ്ങനെ? അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ കൊണ്ടും. പണ്ഡിതന്മാർ പറയാറുള്ളതാണ്, ഒരു അടിമക്ക് എത്രത്തോളം അള്ളാഹുവിന്റെ നാമങ്ങളെ പറ്റിയിട്ടും അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പറ്റിയും അവൻ പഠിക്കുന്നുവോ, അവൻ അറിയുന്നുവോ, അത്രത്തോളം അവന്റെ ഈമാൻ വർദ്ധിക്കും. കാരണം അള്ളാഹു തആലയെ പറ്റി നമ്മൾ അറിയാണ്. അലം യഅലം ബി അന്നല്ലാഹ യറ. അള്ളാഹു തആല എന്താണ്? നമ്മളെ കാണുന്നവനാണ്, ബസീറാണ്. അവൻ എല്ലാ കാര്യങ്ങളും കാണുന്നവനാണ്. അപ്പൊ ഒരു അടിമ മനസ്സിലാക്കുക എന്നാണ്, അള്ളാഹു തആല അവനെ കാണുന്നുണ്ട്, അവൻ മനസ്സിലാക്കുന്നില്ലേ? അവൻ അറിയില്ലേ? അലം യഅലം, അവൻ അറിയില്ലേ? അന്നല്ലാഹ യറ ബി അന്നല്ലാഹ യറ, അള്ളാഹു അവനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു തആല അവന്റെ ഓരോ അനക്കങ്ങളും, അവൻ ഏതൊരു കൂരിരുട്ട് പോയിട്ടും അവൻ മഅസിയത്ത്, ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ പോലും അള്ളാഹു തആല അത് കാണുന്നുണ്ട്, അവൻ അറിയാൻ അവൻ എന്ത് ചെയ്യും? ആ ഒരു പാപങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കും, ആ ഒരു പാപത്തിൽ നിന്ന് അവൻ വിട്ടുനിൽക്കും. അതുപോലെ തന്നെ അള്ളാഹു എല്ലാ കാര്യങ്ങളും കേൾക്കുന്നവനാണ്. അവൻ നമ്മൾ എന്തൊക്കെ ചീത്ത സംസാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് കേൾക്കും. അങ്ങനെ അള്ളാഹു തആലനെ പറ്റിയിട്ട് ഒരു വ്യക്തി എത്രത്തോളം അവൻ അറിവുണ്ടാകുന്നോ, ഇത് എങ്ങനെയാണ് ഒരാൾക്ക് മനസ്സിലാവുക? നമ്മൾ ഇത് തൊലബുൽ ഇൽമില് അഖീദന്റെ കിതാബുകൾ പഠിക്കുന്നതിലൂടെയാണ് ശരിക്കും ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുക. കാരണം അഖീദന്റെ കിതാബ് തൗഹീദ് അല്ല. തൗഹീദിന് തൊലബുൽ ഇൽമിൽ നിങ്ങൾക്ക് അറിയാതിരിക്കാം വേറെ സിൽസിലയാണ്, വേറെ സീരീസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഉസൂൽ സിത്ത, നവാഖിദുൽ ഇസ്ലാം, ഖവായിദുൽ അർബഅ, ഉസൂൽ സലാസ, ഇങ്ങനത്തെ കിതാബുകൾക്ക് തൗഹീദിലാണ് നമ്മൾ പഠിക്കുക. എന്നാൽ അഖീദക്ക് പ്രത്യേക സിൽസിലുണ്ട്. അഖീദയിൽ നമ്മൾ ലാമിയത്ത് ഷെയ്ഖുൽ ഇസ്ലാം, മൻസൂബയിലെ ഷെയ്ഖുൽ ഇസ്ലാം, ഷെയ്ഖുൽ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ലാമിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഹായിയത്തുൽ ഇബ്നു അബി ദാവൂദ് റഹ്മത്തുള്ളാഹി ഹായിയ, അങ്ങനെ അഖീദത്തുൽ തഹാവിയ, വാസ്തിയ്യ, ഖവായിദുൽ മുസ്ലിം, ഇങ്ങനത്തെ കിതാബുകൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അള്ളാഹുവിന്റെ നാമങ്ങളെ പറ്റി, വിശേഷങ്ങളെ പറ്റി നമ്മൾ പഠിക്കും. അപ്പൊ ഇങ്ങനത്തെ ഈ അഖീദ കിതാബുകളുടെ പഠനം കാരണത്താൽ, അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും പഠിക്കുന്ന കാരണത്താൽ എന്തുണ്ടാവും? ഒരു വ്യക്തിക്ക് ഈമാന്റെ ദുർബലത മാറുന്ന ഒരവസ്ഥ ഉണ്ടാവും, അവന് നല്ല ഈമാൻ ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവും ഇൻഷാ അല്ലാഹു തആല. രണ്ടാമത്തെ ചികിത്സയായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ ആയാത്തുകളെ, കൗനി ആയിക്കോട്ടെ ശറഈ ആയിക്കോട്ടെ, അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക? നോക്കി ഉറ്റാലോചിക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടികളെ നോക്കുക. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള മേഘങ്ങള്, പർവ്വതങ്ങള്, മരങ്ങള്, അതുപോലെ തന്നെ മനുഷ്യരിൽ തന്നെ പല കാര്യങ്ങൾ അള്ളാഹു തആല എങ്ങനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള മത്സ്യങ്ങൾ, അങ്ങനെ അള്ളാഹു തആല സൃഷ്ടിച്ച പല കാര്യങ്ങളിലേക്കും നോക്കി അതിനെപ്പറ്റി ഉറ്റാലോചിക്കുക. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അവര് ഇബിലേക്ക്, ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല. കൈഫ ഖുലിഖത്, എങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചതെന്ന്, സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് അവർ നോക്കുന്നില്ല. ഒട്ടകത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? വെള്ളമില്ലാത്ത അവസ്ഥയിൽ പോലും എന്താണ്, എത്രയോ ദിവസങ്ങൾ വെള്ളമില്ലാതെ കഴിയും. സുബ്ഹാനല്ലാഹ്. വഇല സമാഇ കൈഫ റുഫിഅത്, അള്ളാഹു തആല പറയണം, അവർ ആകാശങ്ങളിലേക്ക് നോക്കുന്നില്ല. കൈഫ റുഫിഅത്, എങ്ങനെയാണ് അത് ഉയർത്തപ്പെട്ടിട്ടുള്ളത്? എന്തെങ്കിലും കാര്യമുണ്ടോ?
താങ്ങാനുള്ള തൂണ് പോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒന്നുമില്ല. വൈലൽ ജിബാലി കൈഫ നുസിബത്ത്, എങ്ങനെയാണ് പർവ്വതങ്ങൾ നാട്ടപ്പെട്ടിരിക്കുന്നത് അവർ നോക്കുന്നില്ല. അങ്ങനെ അള്ളാഹു തആല പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ ചിന്തിക്കുന്നില്ലേ, അവർ നോക്കുന്നില്ലേ. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ ആയാത്തുകളെ പറ്റി ചിന്തിക്കുക എന്നുള്ളത്, അതിനെപ്പറ്റി ഉറ്റിയാലോചിക്കുക എന്നുള്ളത് എന്താണ്? ഈമാൻ ദുർബലത ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഈമാന്റെ ദുർബലതക്ക് ഒരു മാറ്റം ഉണ്ടാവുന്ന ഒരു ചികിത്സയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഓരോ നിയമങ്ങൾ, അള്ളാഹു തആല നമുക്ക് വെച്ചിട്ടുള്ള നിയമങ്ങൾ, ഓരോ വിഷയത്തിൽ അള്ളാഹു തആലയ്ക്ക് ഉണ്ടായിട്ടുള്ള ഹിക്മത്ത്, ആ യുക്തി, അതിനൊക്കെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ചികിത്സയാണ്. മൂന്നാമത്തെ ചികിത്സയായിട്ട് പറയപ്പെടാവുന്ന ഒരു കാര്യമാണ് അത്തദബ്ബുർ ബിൽ ഖുർആനിൽ കരീം, തദബ്ബുറുൽ ഖുർആനിൽ കരീം. അള്ളാഹുവിന്റെ ഖുർആനെ, മഹത്തായിട്ടുള്ള ഖുർആനെ പറ്റിയിട്ട് ഊട്ടിയാലോചിക്കാം. ഏറ്റവും വലിയ ഒരു ചികിത്സയായിട്ടാണ് നീ ഇതെടുക്കേണ്ടത്. ഏറ്റവും വലിയ ചികിത്സ. ഒരുപാട് പണ്ഡിതന്മാർ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹി കിതാബിലൊക്കെ ഒരുപാട് കാണാൻ സാധിക്കത്. നിന്റെ ഹൃദയത്തിന്റെ ദുർബലത അല്ലെങ്കിൽ അതിലെ പോരായ്മ നീ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അലൈക ബി കിതാബില്ലാഹി തആല, അള്ളാഹുവിന്റെ കിതാബ് നീ മുറുകെ പിടിച്ചോ. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതുക, അതിന്റെ അർത്ഥം നോക്കുക, അതിനെപ്പറ്റി ഉറ്റിയാലോചിക്കുക. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞത്, ഖുർആൻ മുഴുവനും ചിന്തിക്കാതെ ഓതുന്നതാണ് എനിക്ക് ഒരായത്ത് ചിന്തിച്ച് ഓതുന്നതാണ് എനിക്ക് ഖുർആൻ മുഴുവൻ ചിന്തിക്കാതെ ഓതുന്നേക്കാൾ ഇഷ്ടം. ഒരായത്തും ഖുർആൻ മുഴുവൻ എത്ര വ്യത്യാസമുണ്ട് ഖുർആൻ. പക്ഷെ അതെന്താണ്? ആ ഒരായത്ത് ഉറ്റിയാലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഈമാൻ അത് വേറെ തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആയാത്തുകൾ അത് ഉറ്റിയാലോചിക്കുക എന്ന് പറയുന്നതിൽ എന്തുണ്ട്? അതിൽ ഈമാന്റെ ദുർബലത ഇല്ലാതാവുന്നുണ്ട്, ഈമാനിൽ സിയാദത്ത് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്, വൈദാ മാ ഉൻസിലത് സൂറത്തുൻ ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദത്ഹു ഹാദിഹി ഈമാന. ഖുർആനിൽ എന്തെങ്കിലും ഒരു സൂറത്ത് അവതരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫമിൻഹും മൻ യഖൂലു, അവരിൽ ചില ആളുകൾ പറയുന്നത് അയ്യുക്കും സാദത്ഹു ഹാദിഹി ഈമാന, ഇത് ആർക്കാണ് ഈമാൻ വർദ്ധിപ്പിച്ചു തന്നിട്ടുള്ളത്? എന്നിട്ട് അള്ളാഹു തആല പറയാണ്, ഫഅമ്മല്ലദീന ആമനു ഫസാദത്ഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ. മാഷാ അല്ലാഹ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഫസാദത്ഹും ഈമാൻ, ഈ ഖുർആൻ അവതരിപ്പിക്കുന്ന കാരണം, ഈ ഖുർആൻ ആയത്തുകൾ ചിന്തിക്കുന്നത് കാരണം, അതിനെപ്പറ്റി ആലോചിക്കുന്ന കാരണം ഫസാദത്ഹും ഈമാനൻ, അവരുടെ ഈമാൻ വർദ്ധിച്ചു. വഹും യസ്തബ്ശിറൂൻ, അവരെന്താണ്? ആ വിഷയത്തിൽ സന്തോഷം കൊള്ളുന്ന ആളുകളുമാണ്. അപ്പൊ ഇതെന്താണ്? അള്ളാഹു തആലയുടെ ആയാത്തുകൾ, അത് നിങ്ങളെല്ലാവരും ദുർബലത അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചെടുത്തിട്ട് അള്ളാഹുവിന്റെ ആയാത്തുകൾ, ഖുർആനെ മുറുകെ പിടിക്കുക, അതിന്റെ ആയാത്തുകളെ പറ്റി ഉറ്റിയാലോചിക്കുക. നാലാമത്തെ ഒരു ചികിത്സയാണ് ത്വലബുൽ ഇൽമി ശർഈ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇൽമാണ് ഇഖ്വാൻ എല്ലാത്തിന്റെ അസ്ല്. എല്ലാ ഖൈറിന്റെയും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള എന്താണ്? എല്ലാ നന്മയുടെയും അടിസ്ഥാനം അത് ഇസ്ലാമിക വിജ്ഞാനമാണത്. അത് പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു തആല നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരും ബിഇദ്നില്ലാഹ്. അഞ്ചാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് അൽ ഇസ്തിക്സാർ മിനൽ അമൽ സ്വാലിഹ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു യസീദു ബിത്താഅ. ഈമാന്റെ തഅരീഫിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? അൽ ഈമാനു യസീദു വയൻഖുസ് യസീദു ബിത്താഅ. ഈമാൻ കൂടുകയും കുറയും ചെയ്യും. യസീദു ബിത്താഅ, അതെന്ത് ചെയ്യും? ത്വാഅത്ത്, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാരണത്താൽ എന്ത് ചെയ്യും? അത് വർദ്ധിക്കും. ശൈഖുനാ അബൂ അബ്ദുല്ലാഹ് ഹഫിളഹുല്ലാഹിന്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുള്ള ഒരു ഫായിദാണ്, ശരിക്കും ഈമാൻ കൂടും കുറയും എന്ന് പറയുന്നതിന് വ്യക്തമായിട്ടുള്ള സ്വരീഹായിട്ടുള്ള ഒരു തെളിവില്ല. പക്ഷെ ഒരുപാട് തെളിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് കൂടുതലും കുറവും ഉണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. ഒരുപാട് തെളിവുകൾ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫസാദത്ഹും ഈമാനൻ, അവരുടെ ഈമാൻ വർദ്ധിച്ചു. ശൈഖ് ഉതൈമീൻ റഹിമഹുല്ലാഹ് ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം കൂടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? ഒരു കുറവുണ്ട് അല്ലേ? ഫഅമ്മല്ലദീന ആമനു ഫസാദത്ഹും ഈമാനൻ. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാൻ എന്തുണ്ട്? 70 ചില്ലറ എന്തുണ്ട്? ശാഖകൾ. എന്നിട്ട് പറയാണ് അലാഹ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ ഏറ്റവും വലുത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. എന്നിട്ട് പറയാ അദ്നാഹ, അതിന് താഴെ. അപ്പൊ ഈമാൻ എന്തുണ്ട്? ദറജകളുണ്ട്. ലിയസ്ദാദല്ലദീന ആമനു ഈമാനൻ. അങ്ങനെ ഒരുപാട് തെളിവുകൾ എന്ത് കാണാം? നമുക്ക് ഖുർആനിൽ കാണാം, അതുപോലെ തന്നെ സുന്നത്തിലും കാണാൻ സാധിക്കും, കൂടുന്നുണ്ട് കുറയുന്നുണ്ട് എന്ന്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന. കണ്ടില്ല? അപ്പൊ അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുന്ന സമയത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? സാദത്ഹും ഈമാന, അവരെ ഈമാൻ വർദ്ധിച്ചു. അപ്പൊ പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? ഈമാന്റെ കുറവും
ഒരു കാര്യം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട്, കുറവുണ്ട്. ഇത് അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ്. മുർജിയാക്കളാണ് പറയുന്നത് ഈമാൻ അങ്ങനെ തന്നെ ഉണ്ടാവുന്നത്, ലാ യസീദു വലാ യൻഖുസ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നുള്ളത്. സഹാബാക്കളുടെ അവസ്ഥ എന്തായിരുന്നു ഇഖ്വാൻ? എല്ലാ വിഷയത്തിലും അവർ ഒരുപാട് സൽക്കർമ്മങ്ങൾ മുന്നിട്ടിരുന്ന, അതിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ആളുകളായിരുന്നു. ഇപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമുക്ക് ഹദീസിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മൻ അസ്ബഹ അൽ-യൗമ മിൻകും സായിമ, ഇന്ന് നിങ്ങൾ ആരാണ് നോമ്പുകാരനായിട്ട് ഉള്ളത് രാവിലെ? അതായത് ആരാണ് നോമ്പുകാരനായിട്ടുള്ളത്? ഖാല അബൂബക്കർ അന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ് ഞാൻ. പിന്നെ ചോദിക്കുകയാണ്, മൻ ഫമൻ തബിഅ മിൻകും ഔ ഫമൻ തബിഅ അൽ-യൗമ മിൻകും അൽ-ജനാസ, നിങ്ങൾ ആരാണ് ഇന്ന് ജനാസനെ പിൻപറ്റിയിട്ടുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയും ഞാൻ. പിന്നെ ചോദിക്കും, ഫമൻ ആദ അൽ-യൗമ മിൻകും മരീദ, നിങ്ങൾ ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത്? ഖാല അബൂബക്കർ അന. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയും ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മജ്തമഅന ഫീ ഇംറിഇൻ ഇല്ലാ ദഖൽ അൽ ജന്ന, ഈ ഒരു കാര്യം ഒരു വ്യക്തിയിൽ ഒരുമിച്ച് കൂടുന്നില്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. സുബ്ഹാനല്ലാഹ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവരോടും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ അതിനെപ്പറ്റി ഇന്ന് ചോദിക്കും, അങ്ങനെ പ്രത്യേകം ഒരു മൗഇദ്, ഒരു പ്രത്യേകം അവർ പറഞ്ഞ് തീരുമാനിച്ചിട്ടൊന്നല്ല അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിനെ പറ്റി ചോദിച്ചിട്ടുള്ളത്. മറിച്ച് അവരതൊന്നും ഇല്ലാതെ തന്നെ അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. അതാണ് ഈ ഒരു ഹദീസ് അറിയിക്കുന്നത്. അവര് സൽക്കർമ്മങ്ങളിൽ മുഴുകുന്ന ആളുകളായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ്, റിയാദിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയ സമയത്ത് ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗത്തിലേക്ക് ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ തയ്യാറാവിൻ, അതിനുവേണ്ടി നിങ്ങൾ നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ സഹാബി ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു, സ്വർഗം ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ളൂ. എന്നിട്ട് അദ്ദേഹം സ്വന്തം കയ്യിലുള്ള കുറച്ച് തമ്രുകൾ പോലും എന്താണ് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് കൊടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ജിഹാദ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, ലഇൻ അന ഹയീതു ഹത്താ ആകുല തമറാതി ഹാദിഹി ഇന്നഹാ ലഹയാതുൻ തവീല, ഞാൻ ഈ ഈത്തപ്പഴം കഴിക്കുന്ന ഒരു സമയം, ആ ഒരു സമയം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ആ ഒരു സമയം ഞാൻ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് വലിയൊരു ജീവിതമാണ് അത്. സുബ്ഹാനല്ലാഹ്. അനസ് റളിയല്ലാഹുവിന്റെ ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ സ്വർഗം, അതിന്റെ വിശാലത, അതിലുണ്ടായുള്ള സുഖങ്ങളൊക്കെ അത് ആഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയാണ്. അപ്പൊ ഇതായിരുന്നു സഹാബാക്കളുടെ അവസ്ഥ. ഈമാന്റെ ദുർബലതയ്ക്കുള്ള ചികിത്സയ്ക്ക് പറയപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ആ സൽക്കർമ്മങ്ങളിൽ സ്ഥിരമായിട്ട് ആ സൽക്കർമ്മങ്ങൾ മുഴുകുക എന്നുള്ളത്. അതായത് ഒരു സമയത്ത് മാത്രമുള്ള ഒരു ആവേശമായിരിക്കരുത്. നമുക്കറിയാം, ഇന്നലി കുല്ലി അമലിൻ ഷിറ, തീർച്ചയായും എന്തുണ്ട്, ഓരോ പ്രവൃത്തിക്കും ഷിറുണ്ട്. മനസ്സിലായി? ഷിറ എന്ന് പറഞ്ഞാൽ ആവേശം, അതിലൊരു ഉത്സാഹമുണ്ട്. വലി കുല്ലി ഷിറത്തിൻ ഫത്ര, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിലുള്ള. പക്ഷെ ആ ഒരു ആവേശത്തിന് അല്ലെങ്കിൽ ആ ഉത്സാഹത്തിന് എന്നിട്ട് ഫത്ര, അതിനൊരു മടുപ്പുണ്ട്. അപ്പൊ അത് നമുക്ക് അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ശേഷം പറയാണെന്ത്, ഫമൻ കാനത് ഫത്രതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഖദ് ഇഹ്തദ. ചില പണ്ഡിതർ പറഞ്ഞു, ഇലാ സുന്നത്തി, ചില ലഫ്ളുകൾ വന്നിട്ടുണ്ട്. ആരുടെ ആ ഒരു എന്താണ് ഉത്സാഹമില്ലായ്മ അല്ലെങ്കിൽ ആ ഒരു താല്പര്യക്കുറവ്, ആ വന്നിട്ടുള്ള മടുപ്പ്, അത് എന്റെ സുന്നത്തിലേക്കാവുന്നത് അവൻ എന്ത് ചെയ്തിരിക്കുന്നു, നേർമാർഗം പ്രാപിച്ചിരിക്കുന്നു. ഫമൻ കാനത് ഇലാ ഗൈരി ദാലിക ഫഖദ് ഹലക്. പക്ഷെ അതല്ലാത്ത അവസ്ഥയിലേക്കാണ് ആരുടെങ്കിലും ആ ഒരു മടുപ്പ് പോയത് എന്നുണ്ടെങ്കിൽ എന്താണ്, അവന് നശിച്ചിരിക്കുന്നു. അപ്പോ മടുപ്പുകൾ ഉണ്ടാവും. ഇപ്പം ചില സമയത്ത് നമുക്ക് തന്നെ പല അവസ്ഥകൾ ഉണ്ടാവും. ചിലപ്പോൾ സലഫിയത്തിലേക്ക് വന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നല്ല അവസ്ഥകൾ ഉണ്ടായിരിക്കും. പക്ഷെ പിന്നീട് അതില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മലക്കുകളല്ല, പക്ഷെ എന്ത് ചെയ്യണം, നമ്മളത് വീണ്ടെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇപ്പോ പണ്ഡിതന്മാർ ഈ സമയത്ത് പറയുന്നത് എന്താണ്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരാൾക്ക് എപ്പോഴും ഇങ്ങനെ തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പെടുക്കുന്ന വ്യക്തിയാണ്. അവൻ എന്തെങ്കിലും ഒരു മടുപ്പ് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യരുത്, ആ സുന്നത്ത് നോമ്പില്ല, അങ്ങനത്തെ ഒന്നുമില്ല, നിസ്കാരമില്ല, അങ്ങനത്തെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തരുത്. മറിച്ച് എന്ത് ചെയ്യണം, അവൻ വേറെ സൽക്കർമ്മങ്ങളിലേക്കെങ്കിലും എന്ത് ചെയ്യണം, അവന് മാറണം. ഇപ്പൊ തൊലബുൽ ഇൽമിനെ പറ്റി പണ്ഡിതന്മാർ പറയാറുള്ളത്, ഇപ്പൊ ഒരാൾ പഠിപ്പിക്കുന്ന അവസ്ഥ ആണെന്നുണ്ടെങ്കിൽ, പഠിക്കുന്ന അവസ്ഥ ആണെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ, അതിൽ മടുപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യട്ടെ, അപ്പൊ അവൻ ഖിറാഅത്ത് നടത്തട്ടെ.
അതായത് ഹിഫ്ലാക്കുന്നതിലും അടുപ്പ് വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യട്ടെ, വായിക്കട്ടെ, ഹിഫ്ലാക്കണ്ട. അതെന്ത് ചെയ്യുന്നില്ല, അവനെ തെറ്റിക്കുന്നില്ല, അവൻ ആ ഖൈറിൽ തന്നെയാണ് അപ്പോഴും ഉള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹു വഇൻ ഖല്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ എന്ന് പറയുന്നത് അതെന്താണ്? അദ്വമു, സ്ഥിരമായിട്ട് ഇസ്തിമ്രാറോട് കൂടെ ചെയ്യുന്ന കർമ്മങ്ങളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് വഇൻ ഖല്ല, അത് കുറച്ചാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് നിസ്കരിക്കുന്നു, സ്ഥിരമായിട്ട് വിത്ർ നിസ്കരിക്കുന്നു, രാത്രി നിസ്കരിക്കുന്നു. കുറച്ച് അവനെ എഴുതപ്പെട്ടിട്ടുള്ളത് എന്താണോ അള്ളാഹു തആല എഴുതപ്പെട്ടിട്ടുള്ളത്, അത് വെറും ഒരു 3 റക്അത്ത് അല്ലെങ്കിൽ 1 റക്അത്ത്, വിത്ർ ഏറ്റവും കുറഞ്ഞത് 1 റക്അത്ത്, അത് നിനക്ക് നിസ്കരിക്കാൻ സാധിക്കില്ല. നമ്മൾ ഇതൊക്കെ എത്ര കേൾക്കുന്നു ഇഖ്വാൻ. അതുപോലെ തന്നെ രാവിലെ പകൽ സമയത്ത് ദുഹാ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ല. അത് അവനെ ഒരു ചെറിയ ഇപ്പൊ 2 റക്അത്ത് ദുഹാ നിസ്കാരം, അല്ലെങ്കിൽ 1 റക്അത്ത് വിത്ർ നിസ്കാരം, അല്ലെങ്കിൽ രാവിലത്തെ വൈകുന്നേരത്തെ ദിക്റുകൾ സ്ഥിരമായിട്ട്, ഉറങ്ങുന്നതിന് മുന്നിലുള്ള ദിക്റുകൾ സ്ഥിരമായിട്ട്, അത് അവൻ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചില പണ്ഡിതന്മാരുള്ള എന്താണ് അവന് ദാക്കിറൂനല്ലാഹ കസീറൻ, ഒരുപാട് അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യുന്നവനായി. അപ്പൊ അത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അള്ളാഹിന്റെ അടുക്കല് വളരെ പ്രിയപ്പെട്ടിട്ടുള്ള അഹബ്ബുൽ അഅമാൽ, വളരെ പ്രിയപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളിൽ പെട്ടതാണ്. അപ്പോ ബറക്കല്ലാഹു ഫീക്കും എന്താണ്, അള്ളാഹുവിന്റെ സൽക്കർമ്മങ്ങൾ, അള്ളാഹുവിന് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്ഥിരമായിട്ട് ആ പ്രവർത്തികൾ ചെയ്യാന്നുള്ളത് എന്താണ്, ഈമാന്റെ ദുർബലത ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അത് മാറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാന ആലു മുഹമ്മദിൻ ഇദാ അമിലു അമലൻ അസ്ബതൂഹു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഒരു പ്രവൃത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അസ്ബതു, ഇമാം നബി റഹിമഹുല്ലാഹ് പറഞ്ഞാൽ ലാസമു, അവരെന്ത് ചെയ്യുക, അത് സ്ഥിരമായിട്ട് ചെയ്യായിരുന്നു. ഇത് പ്രവർത്തികൾ ചെയ്ത ആ സൽക്കർമ്മം ചെയ്ത് അവർ സ്ഥിരമായിട്ട് ചെയ്യായിരുന്നു. അത് ഇഖ്വാനി ഒരു കാരണം കൂടി പറഞ്ഞിട്ട് നിർത്താണ്. അത് വളരെ മുഹിമായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണമാണ്, അല്ലെങ്കിൽ ഒരു ചികിത്സയാണ് അദ്ദുആ, അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഇഖ്വാൻ, നമുക്ക് ഈ ഈമാന്റെ ദുർബലത അത് നേരാക്കി തരുന്നത് അല്ലാഹു തആലയാണ്. നമുക്ക് ഈമാനിലുള്ള വർധനവ് അത് ഉണ്ടാക്കി തരുന്നത് അല്ലാഹു തആലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മുസ്തദ്റക്ക്, ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിൽ കാണാം, ഇമാം അൽബാനി റഹിമഹുല്ലാഹ് ഹസനാക്കുന്ന ഹദീസാണ്, ഇന്നൽ ഈമാന ല യഖ്ലുഖു ഫി ജൗഫി അഹദിക്കും കമാ യഖ്ലുഖു അസ്സൗബ്. തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലുള്ള ഈമാൻ അത് ഒരു വസ്ത്രം പഴയതാവുന്നത് പോലെ, നുരമ്പിച്ചു പോകുന്നത് പോലെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഈമാൻ എന്ത് ചെയ്യും, നുരമ്പിച്ചു പോകും, പഴയതായിട്ട് പോകും. എന്നിട്ട് അല്ലാഹു തആലയോട് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കി, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാനെ തജ്ദീദ്, അതിനെ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വർദ്ധിപ്പിക്കേണ്ട ഒരു ദുആയിൽ പെട്ടതാണ് അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി. അള്ളാഹുവിന്റെ ഹൃദയത്തിലുള്ള ഈമാൻ നീ പുതുക്കി തരണേ, അതിനൊരു വർധനവുണ്ടാക്കി തരണേ. ഈമാന്റെ ദുർബലത എപ്പോഴൊക്കെ അനുഭവപ്പെട്ടോ യാ അഖി ഫില്ലാ ബറക്കല്ലാഹു ഫീക്, ഈ ഒരു ദുആ നീ മുറുകെ പിടിക്കുക. സ്ഥിരമായിട്ട് അല്ലാഹു തആല അള്ളാഹു എപ്പോൾ ഉത്തരം നൽകുന്ന, എന്നാൽ പ്രത്യേകം ഉത്തരം ലഭിക്കപ്പെടുന്ന സമയങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ആ സമയം തിരഞ്ഞെടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ദുആ ചെയ്യാം. അപ്പൊ ഇതാണ് സ്വന്തം നഫ്സിനോട് ഇഖ്വാൻ, സ്വന്തം നഫ്സിനോട് ആദ്യമായിട്ട്, സ്വന്തം നഫ്സിന് ആദ്യം ഉപകാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പിന്നെ അതിനുശേഷം നിങ്ങൾക്കും മുസ്ലിമുകൾക്കും ഓരോ ആളുകൾക്കും ഉപകാരം ഉണ്ടാവണം എന്നുദ്ദേശിച്ചിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഈമാൻ അത് വർദ്ധിപ്പിച്ചു തരട്ടെ. അതുപോലെ തന്നെ നല്ല ഈമാനോടുകൂടെ മരിക്കാനും, അങ്ങനെ ഹുസ്നുൽ ഖാത്തിമ. അതുകൊണ്ട് ശൈഖുന യഹ്യ പറയാറുള്ളതാണ്, സൽക്കർമ്മങ്ങൾ ധാരാളമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യും അതിൽ സ്ഥിരമായിട്ട് അതിൽ തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ നല്ല പര്യവസാനമാണ് അറിയിക്കുന്നത്. എന്താണ് ഇഖ്വാൻ, ഒരാളെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അതിൽ തുടർച്ചയായിട്ട് അതിൽ കണ്ടിന്യൂസ് ആയിട്ട് അവൻ അതിൽ തന്നെ തുടർച്ചയായിട്ട് ആ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് മരണം വന്നെത്തുന്ന സമയത്ത് എന്താണ്, അവൻ സൽക്കർമ്മങ്ങളിലാണ്. അതെന്താണ്, അവന് ഹുസ്നുൽ ഖാത്തിമയാണ് അറിയിക്കുന്നത്, നല്ല പര്യവസാനം ഉണ്ടായി എന്നാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ അതുകൊണ്ട് മനസ്സിലാവുന്നത്. നസ്അല്ലാഹു സുബ്ഹാനഹു വ തആല ബിമന്നിഹി വ കറമിഹി വ ജൂദിഹി വ ഇഹ്സാനിഹി അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിനാ വല്ലാഹു തആല അഅലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ طيبا മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർദാഹ്.
وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده